നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഹെഡ്സ് ഓഫ് ഇൻകത്തിലെ രണ്ടാമത്തെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 22 തൊട്ട് 27 വരെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിനെ കുറിച്ച് പറയണത്. ഹൗസ് പ്രോപ്പർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പഠിക്കണം. അപ്പൊ ഹൗസ് പ്രോപ്പർട്ടി ഇതില് ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നത് ഹൗസിന് വലിയ റെലവൻസ് ഒന്നുമില്ല. എന്തിനാ റെലവൻസ് ഉള്ളത്? പ്രോപ്പർട്ടിക്കാണ് റെലവൻസ് ഉള്ളത്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഓർ ലാൻഡ് അറ്റാച്ച്ഡ് ടു ദ ബിൽഡിംഗ്. ആ പ്രോപ്പർട്ടി കൺസിസ്റ്റ് ഓഫ് എന്തായിരിക്കണം? ബിൽഡിംഗ് ഓർ ലാൻഡ് അറ്റാച്ച്ഡ് ടു ദ ബിൽഡിംഗ്, അല്ലെങ്കിൽ ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർട്ടനന്റ് ടു ദ ബിൽഡിംഗ്. ബിൽഡിങ്ങോ ബിൽഡിങ്ങിനോട് അനുബന്ധിച്ചിട്ടുള്ള ലാൻഡ് മാത്രം. അപ്പൊ ലാൻഡ് മാത്രമാണെങ്കിൽ പ്രോപ്പർട്ടിയിൽ വരുമോ? ലാൻഡ് ദാറ്റ് ഈസ് വാക്കന്റ് ലാൻഡ് അതെന്തല്ല പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഇപ്പൊ ബിൽഡിങ്ങിനോട് അനുബന്ധിച്ചിട്ടുള്ള ലാൻഡ് മാത്രമേ എന്തിൽ കൺസിഡർ ചെയ്യുള്ളൂ? പ്രോപ്പർട്ടിയില് കൺസിഡർ ചെയ്യുള്ളൂ. ഈ ഹൗസിന് റെലവൻസ് ഇല്ല എന്ന് പറയുന്നത് ഇതിന്റെ പർപ്പസ് വേണമെങ്കിൽ റെസിഡൻഷ്യൽ പർപ്പസ് ആവാം, ഓർ കൊമേഴ്ഷ്യൽ പർപ്പസ് ആവാം. അപ്പൊ നിങ്ങളുടെ മൈൻഡില് ഹൗസ് എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ മാത്രം ചിന്തിക്കരുത്. റെസിഡൻഷ്യൽ പർപ്പസിന് വേണമെങ്കിലും ആവാം, കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണമെങ്കിലും ആവാം. ഒരു ബിസിനസ് നടത്താനാണെങ്കിലും പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കാം, നോ പ്രോബ്ലം. അപ്പൊ പർപ്പസ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ആവാം, കൊമേഴ്ഷ്യൽ ആവാം. അതാണ് ഹൗസിന് അത്ര റെലവൻസ് ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? റെസിഡൻഷ്യൽ ഓർ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? ബിൽഡിംഗ് ഓർ ലാൻഡ് അറ്റാച്ച്ഡ് ടു ദ ബിൽഡിംഗ്. നെക്സ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് എന്താ? റെസിഡൻഷ്യൽ പർപ്പസിനാവാം, കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇതിന്റെ ഇൻകം എന്ന് പറയുന്നത് എന്തായിരിക്കും? സാധാരണ ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഇവിടെ പറയണത് റെന്റ് ആണ്. വാടകയ്ക്ക് കൊടുത്തിട്ട് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് എന്തായിരിക്കും? റെന്റ് ആണ്. അപ്പൊ ഒരു ഇൻകം ഹൗസ് പ്രോപ്പർട്ടിയിൽ എങ്ങനെ ചാർജ് ചെയ്യും ഇല്ലേ എന്ന് നമുക്ക് നെക്സ്റ്റ് ഇനി നോക്കാൻ പോണത്. ഓക്കെ, സെക്ഷൻ 22 ഡീൽസ് വിത്ത് ചാർജബിലിറ്റി. ഒരു ഇൻകം ഹൗസ് പ്രോപ്പർട്ടിയിൽ എങ്ങനെയാണ് ടാക്സ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഇൻകം ആണ് ടാക്സ് ചെയ്യേണ്ടത്? അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഒരു ഇൻകം ടാക്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോളോയിങ് കണ്ടീഷൻസ് നോക്കണം ഹൗസ് പ്രോപ്പർട്ടിയിൽ. ഒന്നെന്ന് പറയുന്നത് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ബിൽഡിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ ലാൻഡ് അപ്പർട്ടനന്റ് thereto or attached to the building. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കണ്ടീഷൻ എന്ന് പറയുന്നത് അസസി. ഈ അസസി എന്ന് പറഞ്ഞാൽ ആരാ? ആ ബിൽഡിങ്ങിന്റെ ഓണർ. അസസി ഷുഡ് ബി ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. അസസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ആരായിരിക്കണം? ഓണർ ആയിരിക്കണം. പ്രോപ്പർട്ടിയുടെ ആരായിരിക്കണം? ഓണർ ആയിരിക്കണം. ഈ ഓണർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഓണർ ആവാം. നെക്സ്റ്റ് ഡീംഡ് ഓണർ ആവാം. ഡീംഡ് ഓണർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് സെക്ഷൻ 27 വരുന്നുണ്ട്. നമുക്ക് അതിനെ കുറിച്ച് സെക്ഷൻ 27 നോക്കാം.
രജിസ്ട്രേഡ് ഓണർ ആണെങ്കിലാവാം, ഡീവ്ഡ് ഓണർ ആണെങ്കിലാവാം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഓണർക്കാണ് ഇൻകം എവിടെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സബ്ലെറ്റിംഗ്. ഈ സബ്ലെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് വാടകയ്ക്ക് കൊടുത്തു. മിസ്റ്റർ ബി അത് ആർക്ക് വാടകയ്ക്ക് കൊടുത്തു? മിസ്റ്റർ സിക്ക് വാടകയ്ക്ക് കൊടുത്തു. എ എന്ന് പറയുന്നത് ഓണറാണ്. ഈ ഓണർ ആർക്ക് വാടകയ്ക്ക് കൊടുത്തു? ബിക്ക്. അപ്പൊ എക്ക് ഇൻകം എന്ന് പറയുന്നത് 10,000 പെർ മന്ത് റെന്റ് കിട്ടുന്നുണ്ട്. ആ ഇൻകം ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജ് ചെയ്യാം. മിസ്റ്റർ ബി അത് ആർക്ക് കൊടുത്തിട്ടുണ്ട്? സിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കൺസെപ്റ്റിനെ പറയും സബ്ലെറ്റിംഗ്. റെന്റ് കിട്ടുന്നുണ്ട് 12,000 കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ടാക്സ് ചെയ്യേണ്ടത്. എവിടെയാണ് ടാക്സ് ചെയ്യേണ്ടത്? ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് എന്ത് ചെയ്യേണ്ടത്? ആ ഇൻകം ടാക്സ് ചെയ്യേണ്ടത്. അപ്പൊ ഓണർ ടെനന്റിന് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ ടാക്സ് ചെയ്യാം? ഹൗസ് പ്രോപ്പർട്ടിയിൽ. ആ ടെനന്റ് വേറൊരാൾക്ക് അത് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. സബ്ലെറ്റിംഗിന്റെ കൺസെപ്റ്റ് വന്നാൽ അത് എവിടെ വരുള്ളൂ? ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് വരുള്ളൂ. അപ്പൊ അസസി ഷുഡ് ബി ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ബിൽഡിംഗ് ഓർ ലാൻഡ് ആയിരിക്കണം. നെക്സ്റ്റ് അസസി എന്ന് പറയുന്നത് ലാൻഡ് അപ്പർട്ടനും തരട്ടു കേട്ടോ. അസസി എന്ന് പറയുന്നത് ആരായിരിക്കണം? ഓണർ ആയിരിക്കണം. നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഓണർ ഷുഡ് നോട്ട് ഓക്യുപ്പൈ ദ പ്രോപ്പർട്ടി for business or profession carried on by him. Next, third point പറയുന്നത് owner should not occupy the property for business or profession carried on by him. ഓണറുടെ ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്? ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യരുത്. അപ്പൊ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ആളുടെ ബിസിനസ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഓണറുടെ ബിസിനസ് ഓർ പ്രൊഫഷന് യൂസ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ മിസ്റ്റർ എ എന്ന് പറയുന്ന ആള് ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. എക്ക് ഒരു ഹൗസ് ഉണ്ട്. ഈ ഹൗസ് മിസ്റ്റർ എയുടെ എംപ്ലോയീസിന് താമസിക്കാനായിട്ട് കോട്ടേഴ്സ് ആയിട്ട് കൊടുത്തേക്കാണ്. അപ്പൊ ഓണറുടെ ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്? ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യരുത്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന കേസിൽ എന്ത് വരില്ല? ആ ഇൻകം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരില്ല. അപ്പൊ എയുടെ ബിസിനസിന് വേണ്ടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യണത്. അപ്പൊ എന്ത് വരില്ല? ഹൗസ് പ്രോപ്പർട്ടിയിൽ വരില്ല. പക്ഷെ എ ബിക്ക് കൊടുത്തു, ബി അവരുടെ എംപ്ലോയിക്ക് കൊടുത്താൽ നോ പ്രോബ്ലം. നമ്മള് ടെനന്റിന് വാടകയ്ക്ക് കൊടുത്തു. ടെനന്റ് എന്ത് പർപ്പസ് ആയിക്കോട്ടെ, ടെനന്റിന്റെ കേസിൽ എന്ത് പർപ്പസ് വേണമെങ്കിലും യൂസ് ചെയ്യണോണ്ട് പ്രശ്നമില്ല. ഓണറുടെ ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്? ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യരുത്. അപ്പൊ 3 കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻകം എവിടെ ടാക്സ് ചെയ്യണം? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഹെഡില് ടാക്സ് ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി കൺസിസ്റ്റ് ഓഫ് building or land appurtenant thereto. Second point, assessee should be the owner of the property. And third point, owner should not occupy the property for business or profession carried on by him. അപ്പൊ ഈ 3 പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്ന് നോക്കണം. 3 പോയിന്റും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് ഇൻകം എവിടെ വരുള്ളൂ? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുള്ളൂ. ഓക്കെ, ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു. റെന്റൽ ഇൻകം, റെന്റാണ് ഇൻകം എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ റെന്റ് എന്ന് പറഞ്ഞ ടൈം അല്ല യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ആനുവൽ വാല്യൂ. കോമൺലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് റെന്റ് എന്ന് യൂസ് ചെയ്യാം. ആനുവൽ വാല്യൂ ആണ് എന്ത്? ഇൻകം എന്ന് പറഞ്ഞ ടൈം കൊണ്ട് യൂസ് ചെയ്യുന്നത്. റെന്റിന് എന്തല്ല ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ ആനുവൽ വാല്യൂ, അതായത് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ആനുവലി ഇൻകം ആണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആനുവൽ വാല്യൂ എന്താണെന്ന് പഠിക്കാം. അതാണ് എന്ത് പഠിക്കുന്നത്? സെക്ഷൻ
23 deals with determination of annual value. Section 23 deals with determination of annual value. Annual value, അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രോസ് ആനുവൽ വാല്യൂ ആണ്. ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റെന്റ് ഓർ എക്സ്പെക്ടഡ് റെന്റ് വിച്ച് എവർ ഈസ് ഹയർ. ആക്ച്വൽ റെന്റോ എക്സ്പെക്ടഡ് റെന്റോ വിച്ച് എവർ ഈസ് ഹയർ ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പൊ ഇനി എന്താണ് ആക്ച്വൽ റെന്റ് എന്ന് നോക്കണം, എന്താണ് എക്സ്പെക്ടഡ് റെന്റ് എന്ന് നോക്കണം. ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞാൽ rent received during the previous year. Rent received or receivable. Actual rent എന്ന് പറഞ്ഞാൽ rent received or receivable. That is accrual system. During the previous year. നമുക്ക് കിട്ടിയ റെന്റും കിട്ടാനുള്ള റെന്റും കൂടിയിട്ടാണ് പ്രീവിയസ് ഇയറിലെ എന്തുദ്ദേശിക്കുന്നത് ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എക്സ്പെക്ടഡ് റെന്റ്. എക്സ്പെക്ട് ചെയ്യണ റെന്റ്. ഇപ്പോ ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ റെന്റ്. എക്സ്പെക്ടഡ് റെന്റ് എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും ആ പ്രോപ്പർട്ടിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണ റെന്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആ ഒരു പ്രോപ്പർട്ടിക്ക് എക്സ്പെക്ട് ചെയ്യണ റെന്റിനെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത് എക്സ്പെക്ടഡ് റെന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പെക്ടഡ് റെന്റ് കണ്ടുപിടിക്കാനൊക്കെ മുമ്പ് നമുക്ക് 3 റെന്റുകളെ നോക്കണം. ഫെയർ റെന്റ് നോക്കണം, മുനിസിപ്പൽ വാല്യൂ നോക്കണം, സ്റ്റാൻഡേർഡ് റെന്റ് നോക്കണം. 3 എന്താ? ഫെയർ റെന്റ് ഉണ്ട്, മുനിസിപ്പൽ വാല്യൂ ഉണ്ട്, സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ട്. ഫെയർ റെന്റ് എന്ന് പറഞ്ഞാൽ നൈബർഹുഡ് പ്രോപ്പർട്ടീസിന്റെ റെന്റ്. നമ്മുടെ സിമിലർ പ്രോപ്പർട്ടി തൊട്ടപ്പുറത്ത് എത്ര രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുക്കണേ ആ റെന്റിനെ എന്ത് വിളിക്കും? ഫെയർ റെന്റ് എന്ന് വിളിക്കും. മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ബിൽഡിംഗ് ടാക്സ് അടയ്ക്കണമല്ല. ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാൻ പഞ്ചായത്തിലേക്ക് പോവാം, മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലേക്കൊക്കെ എല്ലാ വർഷവും അടയ്ക്കേണ്ട. ആ മുനിസിപ്പൽ അതോറിറ്റി ഒരു വാല്യൂ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെയൊക്കെ വീടിന് എന്തിന് ടാക്സ് അടപ്പിക്കാൻ വേണ്ടിയിട്ട്. മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് മുനിസിപ്പൽ അതോറിറ്റി ഫിക്സ് ചെയ്യണ വാല്യൂ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അവരൊരു വാല്യൂ കണക്കാക്കിയിട്ടുണ്ടാവും. ആ വാല്യൂവിനെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? മുനിസിപ്പൽ വാല്യൂ എന്ന്. സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറയുന്നത് റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം ലിമിറ്റ് ചെയ്യണത്. ഒരു പ്രദേശത്ത് ഇത്രേ റെന്റ് പാടുള്ളൂ, മാക്സിമം ഇത്രയാണ് റെന്റ് പാടുള്ളൂ എന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സ് ചെയ്തേക്കണേ. റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഫിക്സ് ചെയ്തിട്ടുള്ള റെന്റ് ആണ്. ഇതൊരു ലിമിറ്റ് ചെയ്യണ ഫാക്ടറാണ്. ഓക്കെ, അപ്പൊ എക്സ്പെക്ടഡ് റെന്റ് എന്ന് പറഞ്ഞ 3 കൺസെപ്റ്റ് നമ്മൾ നോക്കി. ഫെയർ റെന്റ് എന്ന് പറയുന്നത് നൈബർഹുഡ് പ്രോപ്പർട്ടീസിന്റെ റെന്റ്, മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് മുനിസിപ്പൽ അതോറിറ്റി മുനിസിപ്പൽ ടാക്സ് ലെവി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫിക്സ് ചെയ്യണ വാല്യൂ. സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറയുന്നത് റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഫിക്സ് ചെയ്തിട്ടുള്ള വാല്യൂ. ഇനിയിപ്പോ എക്സ്പെക്ടഡ് റെന്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് നോക്കാം. എക്സ്പെക്ടഡ് റെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഫെയർ റെന്റോ മുനിസിപ്പൽ വാല്യൂ അതിൽ ഹയർ. ഈ ഹയർ വാല്യൂ എടുത്തിട്ട് അതെന്തായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുക. കാരണം സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്യണ ഫാക്ടറാന്ന് പറഞ്ഞു. ഈ ഹയർ വാല്യൂ എന്തായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുക. അതിൽ ലോവർ ആണ് എക്സ്പെക്ടഡ് റെന്റ്. ചുരുക്കി പറഞ്ഞ ഫെയർ റെന്റ് ഓർ മുനിസിപ്പൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ ബട്ട് റെസ്ട്രിക്റ്റഡ് ടു സ്റ്റാൻഡേർഡ് റെന്റ്. ഫെയർ റെന്റ് ഓർ മുനിസിപ്പൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ ബട്ട് റെസ്ട്രിക്റ്റഡ് ടു സ്റ്റാൻഡേർഡ് റെന്റ്. ഫോർ എക്സാമ്പിൾ, ഫെയർ റെന്റ് 3 lakh, മുനിസിപ്പൽ വാല്യൂ 4 lakh, സ്റ്റാൻഡേർഡ് റെന്റ് 3,50,000. ഓക്കെ, അപ്പൊ ഫെയർ റെന്റ് ഓർ മുനിസിപ്പൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ എത്ര വരും? 4 lakhs വരും. അത് എന്തായിട്ട് കമ്പയർ ചെയ്യണം? ഹയർ വാല്യൂ സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യണം. സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറയുന്നത് എത്രയാ? 3,50,000. ഇതില് ലോവർ ആണെന്ത്? എക്സ്പെക്ടഡ് റെന്റ്. എക്സ്പെക്ടഡ് റെന്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എത്രയായിരിക്കും?
3,50,000 ആണ് എക്സ്പെക്ടഡ് റെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ റെന്റ് ഓർ എക്സ്പെക്ടഡ് റെന്റ് വിച്ച് എവർ ഈസ് ഹയർ ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ. GAV എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആക്ച്വൽ റെന്റ് ഓർ എക്സ്പെക്ടഡ് റെന്റ് വിച്ച് എവർ ഈസ് ഹയർ ഗ്രോസ് ആനുവൽ വാല്യൂ. ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ, അതായത് കിട്ടിയ റെന്റ് മാത്രം എടുക്കരുത്, പ്രീവിയസ് ഇയറിലുള്ള മൊത്തം റെന്റും കൂടി എന്ത് ചെയ്യണം? കണക്കാക്കണം ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. ഫോർ ദ ലെറ്റ് ഔട്ട് പീരീഡ് ഒന്നും കൂടി കൂട്ടിച്ചേർക്കാം. ലെറ്റ് ഔട്ട് പീരീഡിലേക്ക് എന്തായാലും റെന്റ് കിട്ടുള്ളൂ. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാൻ പോണത് അൺറിയലൈസ്ഡ് റെന്റ്. അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് റിക്കവേർഡ് റെന്റ് by the owner from tenant. അപ്പൊ റെന്റ് നോട്ട് റിക്കവേർഡ് ആണ്, നമുക്ക് കിട്ടാത്ത റെന്റിനെ എന്ത് വിളിക്കാം? അൺറിയലൈസ്ഡ് റെന്റ് എന്ന് വിളിക്കാം. ഈ റെന്റ് ഇല്ല, നമുക്ക് കിട്ടില്ല. നമ്മൾ റെന്റ് ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ പഠിച്ചു. എന്താണ്? റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ, കിട്ടാനുള്ള റെന്റും കൂടി ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ എന്നാണ് പഠിച്ചത്. ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത് എന്താ? റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ, കിട്ടാനുള്ള റെന്റ് കൂടി എടുക്കണം എന്ന് പഠിച്ചു. ഈ അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആക്ച്വൽ റെന്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം അൺറിയലൈസ്ഡ് റെന്റ്. ഇതിൽ നിന്ന് അപ്പൊ എന്ത് ചെയ്യാം? അൺറിയലൈസ്ഡ് റെന്റ് എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്തിട്ട് വേണം GAVയുടെ കമ്പാരിസണ് ആക്ച്വൽ റെന്റ് എടുക്കാൻ. അപ്പൊ ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞ ടേം എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ലെസ് അൺറിയലൈസ്ഡ് റെന്റ് ആണ് ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞ ടേമും ഉണ്ട്. ഇനി എവിടെ യൂസ് ചെയ്യാണെങ്കിലും ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞ ടേമിൽ എന്ത് യൂസ് ചെയ്യണം? ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ലെസ് അൺറിയലൈസ്ഡ് റെന്റ്. ഈ അൺറിയലൈസ്ഡ് റെന്റ് ഡിഡക്ട് ചെയ്യണമെങ്കിൽ റൂൾ 4 ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ഇൻകം ടാക്സ് റൂൾസ് ഉണ്ടെന്ന്. ഇൻകം ടാക്സ് റൂൾസ് 1962 റൂൾ 4 സാറ്റിസ്ഫൈ ചെയ്യണം. റൂൾ 4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ടെനന്റ് ഉണ്ടായിരിക്കണം. ആ ടെനന്റ് റെന്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആളോട് ഒഴിഞ്ഞു പോവാൻ പറഞ്ഞിരിക്കണം, വെക്കേറ്റ് ചെയ്തിരിക്കണം. വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ലീഗൽ പ്രൊസീഡിങ്സ് ടേക്കൺ ചെയ്യണം. പിന്നെ അഥവാ ആള് ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തന്നെ വേറൊരു ഹൗസിൽ കൊണ്ട് എന്ത് ചെയ്യരുത്? താമസിപ്പിക്കരുത്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ റൂൾ 4 സാറ്റിസ്ഫൈ ചെയ്തു എന്നാണ് പറയാം. റൂൾ 4 സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അൺറിയലൈസ്ഡ് റെന്റ് ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും റൂൾ 4 സാറ്റിസ്ഫൈഡ്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടായിട്ട് എഴുതണം റൂൾ 4 സാറ്റിസ്ഫൈഡ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ച്വൽ റെന്റിൽ നിന്ന് അൺറിയലൈസ്ഡ് റെന്റ് ഡിഡക്ട് ചെയ്യേണ്ടെന്ന്. ക്ലിയർ ആയി? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ഹരി owns 4 houses in Cochin, all of which are let out. Compute the gross annual value from the following information given below. മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്, ഫെയർ റെന്റ് തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടുണ്ട്, ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയണേ. ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ റെന്റ് ഓർ എക്സ്പെക്റ്റഡ് റെന്റ് വിച്ച് എവർ ഈസ് ഹയർ, അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ലെസ് അൺറിയലൈസ്ഡ് റെന്റ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ച്വൽ റെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? ഫെയർ റെന്റ് ഓർ മുനിസിപ്പൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ. ആ ഹയർ വാല്യൂ എന്തായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യണം. അതിൽ ലോവർ ആണ് എക്സ്പെക്റ്റഡ് റെന്റ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റഡ് റെന്റ് കണ്ടുപിടിക്കാം. എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറഞ്ഞാൽ ഫെയർ റെന്റ് 1,40,000, മുനിസിപ്പൽ വാല്യൂ 1,60,000, വിച്ച് എവർ ഈസ് ഹയർ 1,60,000. ആ ഹയർ വാല്യൂ എന്തായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട്. 1,60,000 എന്തായിട്ട് കമ്പയർ ചെയ്യണം? 1,30,000 ആയിട്ട് കമ്പയർ ചെയ്യണം. അതിൽ ലോവർ ദാറ്റ് ഈസ് 1,30,000 എക്സ്പെക്റ്റഡ് റെന്റും
1,65,000 ആക്ച്വൽ റെന്റും അങ്ങനെയാണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും 1,65,000. അപ്പൊ നമുക്കൊന്ന് നോക്കാം. 1,30,000 expected rent, 1,65,000 actual rent, gross annual value 1,65,000. Municipal value 1,90,000, fair rent 2,10,000, standard rent not applicable. Standard rent ഇല്ല അവിടെ. Actual rent received or receivable 2 lakh. അപ്പോൾ expected rent or actual rent whichever is higher gross annual value ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറഞ്ഞാൽ ഫെയർ റെന്റ് ഓർ മുനിസിപ്പൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ, ദാറ്റ് ഈസ് 2,10,000 എക്സ്പെക്റ്റഡ് റെന്റ്. ആക്ച്വൽ റെന്റ് 2 lakh. അപ്പൊ അതിൽ ഹയർ ആണ് എന്ത് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ എത്രയായിരിക്കും 2,10,000. എക്സ്പെക്റ്റഡ് റെന്റ് 2,10,000 ആണ്, ആക്ച്വൽ റെന്റ് 2 lakh ആണ്, ഗ്രോസ് ആനുവൽ വാല്യൂ 2,10,000. Next, municipal value 1,20,000, fair rent 1,45,000, whichever is higher 1,45,000. അതെന്തായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യണം. സ്റ്റാൻഡേർഡ് റെന്റ് എത്രയാ 1,60,000. 1,45,000 1,60,000 കമ്പയർ ചെയ്തു. അതിൽ ലോവർ ആണ് എക്സ്പെക്റ്റഡ് റെന്റ്. അപ്പൊ എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 1,45,000 ആണ് എക്സ്പെക്റ്റഡ് റെന്റ്. ഇനി ആക്ച്വൽ റെന്റ് എത്രയുണ്ട്? 1,50,000 ആണ് ആക്ച്വൽ റെന്റ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗ്രോസ് ആനുവൽ വാല്യൂ ഈക്വൽ ടു 1,50,000. നെക്സ്റ്റ് വൺ, മുനിസിപ്പൽ വാല്യൂ 1,75,000, ഫെയർ റെന്റ് 1,90,000, സ്റ്റാൻഡേർഡ് റെന്റ് 1,95,000. അപ്പോൾ മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റും കമ്പയർ ചെയ്യുക, വിച്ച് എവർ ഈസ് ഹയർ. ആ ഹയർ വാല്യൂ സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുക, അതിൽ ലോവർ ആണ് എക്സ്പെക്റ്റഡ് റെന്റ്. അപ്പോൾ ഹയർ എന്ന് പറഞ്ഞാൽ 1,90,000 വരും. ആ 1,90,000 സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കമ്പയർ ചെയ്തു, അതിൽ ലോവർ ഈക്വൽ ടു 1,90,000 ആണ്. അപ്പോൾ നമ്മളുടെ എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറയുന്നത് 1,90,000 ആണ്. ആക്ച്വൽ റെന്റ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 1,78,000. ആക്ച്വൽ റെന്റ് ഓർ എക്സ്പെക്റ്റഡ് റെന്റ് whichever is higher gross annual value. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ എത്രയായിരിക്കും? 1,90,000. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിനയ് ഓൺസ് 3 houses in Chennai, all of which are let out throughout the previous year 1920. Compute the gross annual value of each product from the information given below. അതിൽ ഫസ്റ്റ് വൺ നോക്കാം. ഹൗസ് 1, മുനിസിപ്പൽ വാല്യൂ 3,40,000, ഫെയർ റെന്റ് 3,25,000, സ്റ്റാൻഡേർഡ് റെന്റ് 3 lakh. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ്പെക്റ്റഡ് റെന്റ് കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറഞ്ഞാൽ ഫെയർ റെന്റ് ഓർ മുനിസിപ്പൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ ബട്ട് റെസ്ട്രിക്റ്റഡ് ടു സ്റ്റാൻഡേർഡ് റെന്റ്. ഫെയർ റെന്റ് എന്ന് പറയുന്നത് 3,25,000 ആണ്, മുനിസിപ്പൽ വാല്യൂ 3,40,000 ആണ്, വിച്ച് എവർ ഈസ് ഹയർ എന്ന് പറയുമ്പോൾ 3,40,000 വരും. ആ 3,40,000 സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യണം, അതിൽ ലോവർ ആണ് എക്സ്പെക്റ്റഡ് റെന്റ്. സ്റ്റാൻഡേർഡ് റെന്റ് 3 lakh. അപ്പോൾ ലോവർ എന്ന് പറയുന്നത് എത്ര വരും? 3 lakh ആണ് എക്സ്പെക്റ്റഡ് റെന്റ്. ആക്ച്വൽ റെന്റ് നോക്കുക 35,000 പെർ മന്ത് ആണ്. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ദ ഇയർ ലെറ്റ് ഔട്ട് എന്നുള്ള കൺസെപ്റ്റിൽ 35,000 into 12 ആണ് ആക്ച്വൽ റെന്റ്. പക്ഷെ നെക്സ്റ്റ് ലൈനിൽ പറഞ്ഞിട്ടുണ്ട് അൺറിയലൈസ്ഡ് റെന്റ്. അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്? ആക്ച്വൽ റെന്റിൽ നിന്ന് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം, എന്നിട്ട് വേണം ആക്ച്വൽ റെന്റ് കമ്പാരിസൺ എടുക്കാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ലെസ് അൺറിയലൈസ്ഡ് റെന്റ് ഈക്വൽ ടു 35,000 into 12 minus 70,000, 3,50,000. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എക്സ്പെക്റ്റഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ, ദാറ്റ് ഈസ് 3,50,000. Okay. Next, second one, municipal value 5,50,000, fair rent 5,20,000, standard rent 5,80,000. അപ്പോൾ എക്സ്പെക്റ്റഡ് റെന്റ് കണ്ടുപിടിക്കണം.
മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ ദാറ്റ് ഈസ് 5,50,000. അത് എന്തായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യണം. അതിൽ ലോവർ ആണ് എക്സ്പെക്റ്റഡ് റെന്റ്. സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറയുന്നത് 5,80,000 ആണ്. 5,50,000 5,80,000 കമ്പയർ ചെയ്തു. ലോവർ എന്ന് പറയുന്നത് 5,50,000. ഇനി ആക്ച്വൽ റെന്റ് നോക്കാം. ആക്ച്വൽ റെന്റ് 50,000 പെർ മന്ത്. ത്രൂ ഔട്ട് ദ ഇയർ ലെറ്റ് ഔട്ട് ആയതുകൊണ്ട് 12 മാസം വാടകയ്ക്ക് കൊടുത്തേണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 50,000 ഇൻറ്റു 12 6 lakh ആണ് ആക്ച്വൽ റെന്റ്. അൺറിയലൈസ്ഡ് റെന്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഇവിടെ നോക്കുക, ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 5 lakh എന്നുണ്ട്. ആ റിസീവ്ഡിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ എന്നാണ് പറയണത്. അപ്പൊ നമുക്ക് കിട്ടാനുള്ള റെന്റ് കൂടി എന്ത് ചെയ്യണം? ആക്ച്വൽ റെന്റ് ആയിട്ട് കണക്കാക്കണം. അതുകൊണ്ടാണ് ഇവിടെ ആക്ച്വൽ റെന്റ് 6 lakh എടുത്തത്. റിസീവ്ഡിനല്ല, ക്യാഷ് സിസ്റ്റം അല്ല. ആക്ച്വൽ റെന്റിന്റെ കേസിൽ അക്രൂവൽ സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യണത്. കിട്ടാനുള്ളതും കൂടി നമ്മളുടെ എന്തായിട്ട് എടുക്കേണ്ടി വരും? ഇൻകം ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഹൗസ് 2ന്റെ കേസിൽ 5,50,000 എക്സ്പെക്റ്റഡ് റെന്റും 6 lakh ആക്ച്വൽ റെന്റും ആണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 6 lakh ആയിരിക്കും. എക്സ്പെക്റ്റഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് received or receivable less unrealized rent whichever is higher, it is 6 lakh. Next, third example, municipal value 2,80,000, fair rent 2,20,000, standard rent 2,40,000 per annum. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെക്റ്റഡ് റെന്റ് കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറയുന്നത് മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ ദാറ്റ് ഈസ് 2,80,000. അതെന്തായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് റെന്റ് 2,40,000 ആയിട്ട് കമ്പയർ ചെയ്യണം. അതിൽ ലോവർ ആണ് എക്സ്പെക്റ്റഡ് റെന്റ്. അങ്ങനെ വരുമ്പോൾ എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറയുന്നത് 2,40,000 ആയിരിക്കും. ഇനി ആക്ച്വൽ റെന്റിന്റെ കേസിൽ നോക്കുക. ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത് 22,000 പെർ മന്ത് ആണ്. അത് 12 മന്തിലേക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. കാരണം ത്രൂ ഔട്ട് ദ ഇയർ ലെറ്റ് ഔട്ട് ആണ്. അപ്പൊ 22,000 ഇൻറ്റു 12 മൈനസ് അൺറിയലൈസ്ഡ് റെന്റ് റൂൾ 4 സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് 44,000. അപ്പൊ 2,20,000 ആണ് എന്തെന്ന് പറയണത്? ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ലെസ് അൺറിയലൈസ്ഡ് റെന്റ്. ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആക്ച്വൽ റെന്റ് ഓർ എക്സ്പെക്റ്റഡ് റെന്റ് വിച്ച് എവർ ഈസ് ഹയർ. ഇവിടെ എക്സ്പെക്റ്റഡ് റെന്റ് 2,40,000 ആണ്. ആക്ച്വൽ റെന്റ് 2,20,000 ആണ്. 2,40,000 is gross annual value. Okay. ആനുവൽ വാല്യൂ അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഗ്രോസ് ആനുവൽ വാല്യൂ ആണ്. ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ റെന്റ് ഓർ എക്സ്പെക്റ്റഡ് റെന്റ് വിച്ച് എവർ ഈസ് ഹയർ. എക്സ്പെക്റ്റഡ് റെന്റ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പഠിച്ചു. അപ്പൊ ഗ്രോസ് ആനുവൽ വാല്യൂന്ന് മുനിസിപ്പൽ ടാക്സ് എന്താ ലെസ് ചെയ്യണ്ടേ? മുനിസിപ്പൽ ടാക്സ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആനുവൽ വാല്യൂ ഓർ നെറ്റ് ആനുവൽ വാല്യൂ. ആനുവൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂന്ന് എന്ത് ഡിഡക്ട് ചെയ്യണം? മുനിസിപ്പൽ ടാക്സ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഇനി മുനിസിപ്പൽ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബിൽഡിംഗ് ടാക്സ്. ആ ബിൽഡിംഗുമ്പോ നമ്മള് മുനിസിപ്പൽ അതോറിറ്റിക്കോ കോർപ്പറേഷനോ കൊടുക്കണ ടാക്സ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആനുവൽ വാല്യൂ കിട്ടും. ഈ മുനിസിപ്പൽ ടാക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മുനിസിപ്പൽ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബിൽഡിംഗ് ടാക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്തായിരിക്കണം? പെയ്ഡ് ആയിരിക്കണം. പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആക്ച്വൽ പേയ്മെന്റ് ഈസ് റെലവന്റ്. നമ്മൾ പേയബിൾ ആണെങ്കിൽ ഡിഡക്ഷൻ കിട്ടുമോ? പ്രീവിയസ് ഇയറിൽ അടച്ചിട്ടില്ല. പേയബിൾ ആണെങ്കിൽ എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. എത്രയാണോ നമ്മൾ പേ ചെയ്തേ, ഫോർ എക്സാമ്പിൾ അഡ്വാൻസ് ആയിട്ട് അടുത്ത വർഷത്തെ കൂടി പേ ചെയ്തിടണം. അഡ്വാൻസ് ആയിട്ട് നെക്സ്റ്റ് ഇയറിന്റെ കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പേ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. എത്ര പേ ചെയ്തോ, പ്രീവിയസ് ഇയറിൽ എത്ര അടച്ചോ അത്രയും നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. അപ്പൊ മുനിസിപ്പൽ ടാക്സിനെ കുറിച്ച് പറയുമ്പോ പേയബിൾ ആണെങ്കിൽ ഡിഡക്ഷൻ കിട്ടില്ല. പേ ചെയ്തതിന് ഡിഡക്ഷൻ കിട്ടും. കഴിഞ്ഞ വർഷത്തെ പേ ചെയ്തോട്ടെ, അടുത്ത വർഷത്തെ പേ ചെയ്തോട്ടെ. നമ്മളുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് എത്രയാണ്? 1920 എത്ര അടച്ചിട്ടുണ്ടോ അത്രയും മുനിസിപ്പൽ ടാക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ അടച്ചിട്ടില്ലെങ്കിൽ ഡിഡക്ഷൻ ഇല്ല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ മുനിസിപ്പൽ ടാക്സ് എങ്ങനെ കണക്കാക്കണം? ക്യാഷ് സിസ്റ്റം.
നമ്മൾ അക്കൗണ്ടിങ്ങിലെ ക്യാഷ് സിസ്റ്റത്തിൽ അടച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്യാം, അടച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പോയിന്റ്, പെയ്ഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ അല്ലേ, ആര് പേ ചെയ്യണം, ഓണർ പേ ചെയ്യണം. കാരണം ഓണറുടെ ഹാൻഡ്സിലാണ് ഇൻകം വരിക. അസസി പേ ചെയ്യണം, അസസി ആയിരിക്കണം എന്ത് പേ ചെയ്യേണ്ടത്, മുനിസിപ്പൽ ടാക്സ്. ടെനന്റ് പേ ചെയ്താലോ ഇപ്പോ ഡിഡക്ഷൻ കിട്ടില്ല. മുനിസിപ്പൽ ടാക്സിലെ 2 പോയിന്റ് ആണ് ശ്രദ്ധിക്കാനുള്ളത്. മുനിസിപ്പൽ ടാക്സ് ഒന്ന് പെയ്ഡ് ആയിരിക്കണം, 2 ആര് പേ ചെയ്യണം, ഓണർ പേ ചെയ്യണം. അല്ലാതെ ടെനന്റ് പേ ചെയ്താൽ എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ കിട്ടില്ല. അപ്പൊ ഗ്രോസ് ആനുവൽ വാല്യൂ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ബൈ ദ ഓണർ ഈസ് ഡിഡക്റ്റബിൾ. അപ്പൊ ഡിഡക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആനുവൽ വാല്യൂ കിട്ടും. ഓർ അതിന് വേറെ ടേം യൂസ് ചെയ്യുന്നതാണ് നെറ്റ് ആനുവൽ വാല്യൂ. നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാലും ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഓക്കെ. നെക്സ്റ്റ് മുനിസിപ്പൽ ടാക്സിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. മുനിസിപ്പൽ ടാക്സിന് ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ പെയ്ഡ് ബൈ ദ ഓണർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആയിരിക്കണം. പെയ്ഡ് ആയിരിക്കണം. ആര് പേ ചെയ്തിരിക്കണം, ഓണർ പേ ചെയ്തിരിക്കണം. ടെനന്റ് പേ ചെയ്തതിനപ്പം എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഈ 2 പോയിന്റ് നമ്മുടെ മൈൻഡിലേക്ക് വന്നോട്ടെ. പെയ്ഡ് ആയിരിക്കണം, ആര് പേ ചെയ്തിരിക്കണം, ഓണർ ആയിരിക്കണം. ഏത് വർഷത്തേക്കുള്ള ടാക്സ് ആണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ എത്ര അടച്ചിട്ടുണ്ടോ അത്രയും നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. നമുക്ക് നോക്കി നോക്കാം. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 1920 ഈസ് 22,000, out of which rupees 8,000 paid as advance related to previous year 2021. നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് 8,000 പേ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ 22,000 ഉള്ളിൽ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എത്ര വരും, 22,000 ആണ് വരിക. 8,000 പ്ലസ് 16,000. 8,000 അടുത്ത വർഷത്തെ ടാക്സും 16,000 ഈ വർഷത്തെ മുനിസിപ്പൽ ടാക്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ. അല്ലാതെ 8,000 നെക്സ്റ്റ് ഇയറിലേക്കല്ല. മുനിസിപ്പൽ ടാക്സിന്റെ കേസിൽ ഏത് സിസ്റ്റം ആണ് ഫോളോ ചെയ്യണേ, ക്യാഷ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യണേ. അതുകൊണ്ട് എത്ര എക്സ്പെൻഡിച്ചർ ഉണ്ടായോ അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അടുത്തത് നോക്കാം. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഫോർ ദ പ്രീവിയസ് ഇയർ ഈസ് 15,000. 25% ടാക്സ് പെയ്ഡ് ബൈ ദ ടെനന്റ്. കമ്പ്യൂട്ട് ദ ഡിഡക്ഷൻ അലൗബിൾ ഫോർ ദ മുനിസിപ്പൽ ടാക്സ് അസസ്മെന്റ് ഇയർ 2021. അപ്പൊ 15,000 25% ആരെ പേ ചെയ്തേക്കണേ, ടെനന്റ് ആണ്. ടെനന്റ് പേ ചെയ്താൽ എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആര് പേ ചെയ്തതിന് മാത്രമേ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, ഓണർ പേ ചെയ്ത്. ഓണർ എത്ര പേ ചെയ്തേണ്ടായിരിക്കും, 15,000 75% എന്ന് പറയുന്ന 11,250 ആണ് ആര് പേ ചെയ്തിട്ടുള്ള, ഓണർ പേ ചെയ്തിട്ടുള്ള മുനിസിപ്പൽ ടാക്സ്. ഡിഡക്ഷൻ എത്ര വരും, 11,250. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പൊ ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഒരു ഹൗസ് പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കണം എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് നമ്മൾ ഫസ്റ്റ് ഇൻസിഡൻസ് ഓഫ് ടാക്സിൽ നമ്മൾ പഠിച്ചേണ്ട. ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണ് വരിക, അതർ പൂർണ്ണ ഇൻകത്തിന്റെ കാറ്റഗറിയിലാണ് വരിക. അത് ആർക്ക് മാത്രമേ ടാക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിന് മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ടാക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള 2 ആൾക്കാർക്കും ടാക്സ് ചെയ്യേണ്ട അൺലെസ് എന്താണ് അത് റിസീവ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഇൻകം ഇന്ത്യയിലാണ് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സബിലിറ്റി വരും. ഇനി ഇന്ത്യയിൽ എങ്ങനെയാണോ ഇൻകം കിട്ടണേ അതേപോലെ തന്നെയാണ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ കിട്ടുകയാണെങ്കിലും എന്ത് ചെയ്യേണ്ടത്, ടാക്സബിലിറ്റി വരേണ്ടത്. ഫോർ എക്സാമ്പിൾ, രാജേഷ് എന്ന് പറയുന്ന ഒരാൾ ബ്രിട്ടീഷ് നാഷണൽ ആണ്, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 2019-20. ഹിസ് owns a house in London which he has let out £10,000 per month. Municipal tax paid Municipal Corporation of London 8,000 per annum during the previous year 1920. The value of £1 to Indian rupee 92.5. അപ്പോൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. Find out the net annual value of the property for the assessment year 2021. ആ ബ്രിട്ടീഷ് നാഷണൽ ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്, ലെറ്റ് ഔട്ട് ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത് 10,000 പെർ മന്ത് ആണ്. ഇൻറ്റു 12 ഇൻറ്റു 92.5 ആയിരിക്കും ആക്ച്വൽ മന്ത്. കാരണം ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇന്ത്യയിൽ എത്രയാണ് ഇൻകം എന്ന് അറിയണം. നെക്സ്റ്റ് പറയണത് മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 8,000 പെർ ആണ്. ഇൻറ്റു 92.5 എത്ര വരും, 7,40,000 വരും. നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 1
1,360,000 ആണ് എന്ത് നെറ്റ് ആനുവൽ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. Next, section 24. Deductions from annual value. രണ്ട് ഡിഡക്ഷൻ ആണുള്ളത്. 24A ഉണ്ട്, 24B ഉണ്ട്. നമ്മൾ ഇൻകം കണ്ടു കഴിഞ്ഞു. ഇനി എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന് പെയിന്റ് അടിക്കേണ്ടി വരും, റിപ്പയർ നടത്തേണ്ടി വരും, റിനോവേഷൻ നടത്തേണ്ടി വരും, പല എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. ആ എക്സ്പെൻഡിച്ചറിനൊക്കെ കൂടി 24Aയില് 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാമെന്ന് ഇൻകം ടാക്സ് ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വൽ എക്സ്പെൻഡിച്ചറിന് റെലവൻസ് ഇല്ല. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇറലവന്റ്. അപ്പൊ 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ ആണ് എന്തിൽ പറയണത് 24Aയില് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇറലവന്റ്. ഇൻ ദ കേസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ എന്താണ്, ഇൻകം കണക്കാക്കാൻ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും കൂടിയിട്ട് നമുക്ക് എത്ര ഡിഡക്ഷൻ തന്നിട്ടുണ്ട്, 30% നെറ്റ് ആനുവൽ വാല്യൂ. നെക്സ്റ്റ് 24B. 24Bയില് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓർ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ആ പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാനോ അക്വയർ ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ റിന്യൂ ചെയ്യാനോ റീകൺസ്ട്രക്ട് ചെയ്യാനോ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓർ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ എന്തിനു വേണ്ടിയിട്ടുള്ള ലോൺ ആയിരിക്കണം, കൺസ്ട്രക്ട് ചെയ്യാൻ, പ്രോപ്പർട്ടി അക്വയർ ചെയ്യാൻ, റിപ്പയർ ചെയ്യാൻ, റിന്യൂവൽ ചെയ്യാൻ, റീകൺസ്ട്രക്ഷൻ. ഈ പർപ്പസിന് വേണ്ടി എടുത്ത ലോണിന്റെ ഇൻട്രസ്റ്റിന് എന്ത് ചെയ്യാം, നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇത് ടാക്സബിലിറ്റി വരുന്നത് അക്രൂവൽ സിസ്റ്റം ആണ് ഇവിടെ നോക്കേണ്ടത്. അക്രൂവൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, പേ ചെയ്താലും കുഴപ്പമില്ല, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബാങ്കിൽ പേ ചെയ്താലും കുഴപ്പമില്ല, പേയബിൾ ആണെങ്കിലും കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറില് നമ്മുടെ പ്രീവിയസ് ഇയറില് എത്ര ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ടോ അത്ര ഇൻട്രസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ആക്ച്വൽ എമൗണ്ട് പെയ്ഡിന് ഇവിടെ റെലവൻസ് ഇല്ല. ഓക്കെ, ആക്ച്വൽ എമൗണ്ട് പെയ്ഡ് ഈസ് ഇറലവന്റ് ആണ് എന്തിന്റെ കേസില്, ഇൻട്രസ്റ്റ് ഓൺ ലോണിന്റെ കേസില്. അപ്പൊ എന്താ ഡിഡക്ട് ചെയ്യാൻ പറ്റുക, കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ നമുക്ക് ബാങ്കിൽ നിന്നാണ് ലോൺ എടുക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ടാവില്ലേ, ആ ഡ്യൂ ആയിട്ടുള്ള മൊത്തം ഇൻട്രസ്റ്റിന് അവിടെ ക്ലെയിം ചെയ്യാം 24Bയില്. പർപ്പസ് എന്തായിരിക്കണം, കൺസ്ട്രക്ഷൻ, അക്വിസിഷൻ, റിപ്പയർ, റിന്യൂവൽ, റീകൺസ്ട്രക്ഷൻ ആയിരിക്കണം. ഇനി ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാണ്ട് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രോസ് ആനുവൽ വാല്യൂ. എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ്, ആക്ച്വൽ റെന്റോ എക്സ്പെക്റ്റഡ് റെന്റോ ഹയർ. ഗ്രോസ് ആനുവൽ വാല്യൂ ഡിഡക്ട് ചെയ്യേണ്ടത് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ആയിരിക്കണം. ആര് പേ ചെയ്തിരിക്കണം, ഓണർ പേ ചെയ്തിരിക്കണം. അതെന്ത് ചെയ്യുക, ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. അതിൽ നിന്ന് എന്ത് ഡിഡക്ട് ചെയ്യാം, ഡിഡക്ഷൻസ് ഡിഡക്ട് ചെയ്യാം. ഏതൊക്കെയുള്ള 24A ഉണ്ട്, 24B ഉണ്ട്. 24A എന്ന് പറയുന്നത് 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ ഇറസ്പെക്റ്റീവ് ഓഫ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. 24B എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇത് രണ്ടും നമുക്ക് ഡിഡക്ട് ചെയ്താൽ കിട്ടുന്നതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇതിൽ ശ്രദ്ധിക്കേണ്ട കേസ്, ആക്ച്വൽ റെന്റ് കണക്കാക്കുമ്പോൾ അക്രൂവൽ സിസ്റ്റം, കിട്ടാനുള്ള ഇൻകം കൂടി എടുക്കണം. മുനിസിപ്പൽ ടാക്സ് കണക്കാക്കുമ്പോൾ ക്യാഷ് സിസ്റ്റം, ഇൻട്രസ്റ്റ് ഓൺ ലോണിന് അക്രൂവൽ സിസ്റ്റം. അതായത് ഇൻട്രസ്റ്റ് ഓൺ ലോണിന്റെ കേസിലും ആക്ച്വലിന്റെ കേസിലും എന്താണ്, പ്രീവിയസ് ഇയറിൽ എത്രയാണോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം,
എടുക്കണം. മുനിസിപ്പൽ ടാക്സിന്റെ കേസിലോ പ്രീവിയസ് ഇയറിൽ പേ ചെയ്തിട്ടുള്ള എമൗണ്ടിന് മാത്രം, പെയ്ഡിന് മാത്രമാണ് റെലവൻസ്. ഇത് എന്ത് ചെയ്യണം, മൈൻഡിലേക്ക് കൊണ്ടുവരിക. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ ഒരു പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് തന്നെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു. അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് ഡിഡക്ട് ചെയ്താൽ നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. നെറ്റ് ആനുവൽ വാല്യൂ നിന്ന് ഡിഡക്ഷൻസ് ആണ് ലെസ് ചെയ്യേണ്ടത്. 24A 30% ഓഫ് NAV, 24B ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇത് രണ്ടുമാണ് ഡിഡക്ട് ചെയ്യേണ്ടത്. പ്രോബ്ലത്തിലേക്ക് വരിക. അനിരുദ്ധ് ഹാസ് എ പ്രോപ്പർട്ടി ഹൂസ് മുനിസിപ്പൽ വാല്യുവേഷൻ 1,30,000 per annum, ഫെയർ റെന്റ് 1,10,000 per annum, സ്റ്റാൻഡേർഡ് റെന്റ് കൺട്രോൾ ആക്ട് 1,20,000 per annum. അപ്പൊ നമുക്ക് എക്സ്പെക്ടഡ് റെന്റ് കിട്ടാനുള്ള എല്ലാം ആയുണ്ട്. ഇനി പ്രോപ്പർട്ടി ലെറ്റഡ് ഫോർ എ മന്ത്ലി റെന്റ് ഓഫ് ₹11,000 per month ത്രൂ ഔട്ട് ദ പ്രീവിയസ് ഇയർ. 12 മാസം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റെന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആക്ച്വൽ റെന്റ് 11,000 into 12. അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ട്. അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പഠിച്ച? റൂൾ 4 സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വൽ റെന്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യണമെന്ന് പഠിച്ചു. മുനിസിപ്പൽ ടാക്സ് 10% ഓഫ് മുനിസിപ്പൽ വാല്യുവേഷൻ. മുനിസിപ്പൽ വാല്യൂ എത്രയാണ്? 1,30,000 ആണ്. അതിന്റെ 10% 13,000 ആണ് മുനിസിപ്പൽ ടാക്സ്. ഇൻട്രസ്റ്റ് ചാർജ് ഡ്യൂറിംഗ് ദ ഇയർ 40,000, ഔട്ട് ഓഫ് വിച്ച് ₹32,000 ഹാസ് ബീൻ പെയ്ഡ്. ഇപ്പൊ നമുക്കൊരു ഡൗട്ട് വരാം, നമ്മളുടെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്ത് ഡിഡക്ട് ചെയ്യണോ അതോ പേ ചെയ്ത് ഡിഡക്ട് ചെയ്യണോ? ഇൻട്രസ്റ്റിന്റെ കേസിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഇൻട്രസ്റ്റ് ആക്ച്വലി എത്ര ഡ്യൂ ആയിട്ടുണ്ടോ അത് ഡിഡക്ട് ചെയ്യാമെന്നാണ് പഠിച്ചത്. പെയ്ഡിന് റെലവൻസ് ഇല്ല. ഇൻട്രസ്റ്റിന്റെ കേസിൽ അക്രൂവൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. അതായത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ എത്ര ഡ്യൂ ആയിട്ടുണ്ടോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. പേ ചെയ്തതിനുള്ള റെലവൻസ് ഇല്ല. പക്ഷെ മുനിസിപ്പൽ ടാക്സിന്റെ കേസിലോ പേ ചെയ്തതിനാണ് റെലവൻസ്. കമ്പയർ ചെയ്യാ പഠിക്കുമ്പോൾ. അപ്പൊ ഡ്യൂ ആയത് ഇൻട്രസ്റ്റിന്റെ കേസിൽ ഡിഡക്ട് ചെയ്യാമെങ്കിൽ നമുക്ക് അപ്പൊ എത്ര ഡിഡക്ട് ചെയ്യാം? 40,000 ഡിഡക്ട് ചെയ്യാം. ഈ പ്രോബ്ലത്തിലേക്ക് നോക്കാം, ആൻസർ നോക്കാം. മുനിസിപ്പൽ വാല്യൂ 1,30,000, ഫെയർ റെന്റ് 1,10,000, സ്റ്റാൻഡേർഡ് റെന്റ് 1,20,000. മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റ് കമ്പയർ ചെയ്തു, ഹയർ എടുത്തു 1,30,000. അത് സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കമ്പയർ ചെയ്തു, അതിൽ ലോവർ 1,20,000 ആണ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. എക്സ്പെക്റ്റഡ് റെന്റ് 1,20,000. ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത് 11,000 into 12 minus 11,000 1,21,000 ആണ്. ആക്ച്വൽ റെന്റ് ഓർ എക്സ്പെക്റ്റഡ് റെന്റ് whichever is higher ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പൊ ഗ്രോസ് ആനുവൽ വാല്യൂ എത്ര വരും? 1,21,000. അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്ത് ഡിഡക്ട് ചെയ്യണം. മുനിസിപ്പൽ ടാക്സ് എത്ര പേ ചെയ്തിട്ടുണ്ട്? 1,30,000 into 10%, 13,000 മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. ഡിഡക്ട് ചെയ്യാം. ഡിഡക്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ 1,08,000. അതിന്റെ 30% 24A ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. എന്തിനാ ഈ 30% ഡിഡക്ഷൻ ചെയ്യണേ? ഇറസ്പെക്റ്റീവ് ഓഫ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ ഡിഡക്ട് ചെയ്യരുത്. അതിനൊക്കെ പകരമായിട്ടാണ് 30%. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ തന്നേണ്ടെന്ന് വിചാരിക്കാൻ നിങ്ങൾ ഡിഡക്ട് ചെയ്യരുത്. 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ ഡിഡക്ട് ചെയ്തു. ഇൻട്രസ്റ്റിന്റെ കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എത്രയാണോ നമുക്ക് ഡ്യൂ ആയിട്ടുള്ള അത് മുഴുവൻ ക്ലെയിം ചെയ്ത് പേ ചെയ്തതിന് റെലവൻസ് ഇല്ല. അപ്പൊ ഡ്യൂ ആയിട്ടുള്ള 40,000 ആണ്. 40,000 ഡിഡക്ട് ചെയ്തു. അങ്ങനെ ടോട്ടൽ ഡിഡക്ഷൻ 24 വരുന്നത് 72,400 ആണ്. അപ്പൊ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എത്ര വരും? 35,600. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ കലേഷ് ഹാസ് എ ഹൗസ് പ്രോപ്പർട്ടി whose municipal valuation 2,70,000, fair rent 2,10,000, standard rent 2,50,000. അപ്പൊ തന്നെ നമുക്ക് എക്സ്പെക്റ്റഡ് റെന്റ് കണ്ടുപിടിക്കാൻ അറിയാം. ഫെയർ റെന്റ് ഓർ മുനിസിപ്പൽ വാല്യൂ whichever is higher, that is 2,70,000. അത് എന്തായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യണം. അതിൽ ലോവർ ആണ് എക്സ്പെക്റ്റഡ് റെന്റ്. സ്റ്റാൻഡേർഡ് റെന്റ് എത്രയാണ്? 2,50,000. ലോവർ എന്ന് പറയുന്നത് എത്രയാണ്? 2,50,000. അപ്പൊ എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറയുന്നത് 2,50,000 ആയിരിക്കും. ഓക്കെ, ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 2,40,000. ഇവിടെ ശ്രദ്ധിക്കണം, റിസീവ്ഡ് എന്നാണ് പറഞ്ഞത് 2,40,000. പക്ഷെ നമുക്ക് ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞാൽ എന്താ?
ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ലെസ് അൺറിയലൈസ്ഡ് റെന്റ് ആണ് നമ്മളുടെ ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റിസീവ്ഡ് മാത്രമേ 2,40,000 ഉള്ളൂ. റിസീവബിൾ ഉണ്ടോ എന്ന് നോക്കാം. ദ പ്രോപ്പർട്ടി ലെറ്റഡ് ഫോർ എ റെന്റ് ഓഫ് ₹30,000 ത്രൂ ഔട്ട് ദ പ്രീവിയസ് ഇയർ. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ എത്ര കിട്ടണം? 30,000 പെർ മന്ത് ഇൻറ്റു 12. അപ്പൊ എത്ര വരും? 30,000 ഇൻറ്റു 12 3,60,000 വരും. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കുക. റെന്റ് ഫോർ ദ മന്ത് ഓഫ് ഫെബ്രുവരി ആൻഡ് മാർച്ച് കുഡ് നോട്ട് ബി റിയലൈസ്ഡ് ഇൻ സ്പൈറ്റ് ഓഫ് ഓണേഴ്സ് എഫേർട്ട്. ഫെബ്രുവരിയും മാർച്ചിലെയും റെന്റ് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 മാസത്തെ റെന്റ് കിട്ടിയിട്ടില്ല, 60,000 രൂപ കിട്ടിയിട്ടില്ല. അപ്പൊ 30,000 ഇൻറ്റു 12 മൈനസ് 60,000. അപ്പൊ 3,60,000 മൈനസ് 60,000 3 lakh ആയിരിക്കും ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത്. അപ്പൊ GAV എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ റെന്റ് ഓർ എക്സ്പെക്റ്റഡ് റെന്റ് വിച്ച് എവർ ഈസ് ഹയർ. ഹയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? GAV 3 lakh ആണ്. GAV ഗ്രോസ് ആനുവൽ വാല്യൂ 3 lakh ആണ്. ഗ്രോസ് ആനുവൽ വാല്യൂ എന്ത് ഡിഡക്ട് ചെയ്യണം? മുനിസിപ്പൽ ടാക്സ്. മുനിസിപ്പൽ ടാക്സ് എത്രയാണ്? 12% ഓഫ് മുനിസിപ്പൽ വാല്യുവേഷൻ. 12% മുനിസിപ്പൽ വാല്യൂ എത്രയാണ്? 2,70,000. അതിന്റെ 12% എന്ന് പറയുന്നത് എത്ര വരും? 12% ഉണ്ട്, അതിന്റെ 75% ഉണ്ട്. 2,70,000 ഇൻറ്റു 12% ഇൻറ്റു 75% എന്ന് പറയാൻ കാരണം 25% പെയ്ഡ് ബൈ ദ ടെനന്റ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ 75% മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ആ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 24,300 ആണ് നമുക്ക് ഡിഡക്ഷൻ. അതിന്റെ നെറ്റ് ആനുവൽ വാല്യൂ 2,75,700 വരും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണം. ഡിഡക്ഷൻ എത്രയാണ്? 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ 82,710. ഇൻട്രസ്റ്റ് എത്രയാണ്? 2,10,000 വരും. അങ്ങനെ 2,92,710 ആണ് നമ്മളുടെ ടോട്ടൽ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24B. അങ്ങനെ വരുമ്പോൾ ലോസ് ആണ് വരിക. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 17,010. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ആക്ച്വൽ റെന്റ് കാണുമ്പോൾ റിസീവ്ഡ് ഓർ റിസീവബിൾ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ത്രൂ ഔട്ട് ദ ഇയർ ലെറ്റ് ഔട്ട് കൊടുത്തുകൊണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞാൽ ഉണ്ട്. കാരണം 30,000 ഇൻറ്റു 12 ആണ് ടോട്ടൽ ആക്ച്വൽ റെന്റ്. അതിൽ അൺറിയലൈസ്ഡ് റെന്റ് നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ട് ചെയ്യാം 60,000. അതേപോലെ തന്നെ മുനിസിപ്പൽ ടാക്സ് ടെനന്റ് പേ ചെയ്തത് നമ്മൾ എന്ത് ചെയ്യണ്ട? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പാടില്ല. ഓണർ പേ ചെയ്തതിന് മാത്രമേ ഡിഡക്ഷൻ ഉള്ളൂ. ഈ 2 പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കണം. ഓക്കെ ആണോ? ഓക്കെ.